ക്ലാസ് കോലാഹലം. കഥ. സാർ, ഈ മാത്തൻ എൻ്റെ ബുക്ക് വലിച്ചു കീറി. ക്ലാസ്സിൽ മുൻബെഞ്ചിലിരുന്ന് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ജോസുകുട്ടി പുറകിലെ ബെഞ്ചിലിരുന്ന മാത്തനെ ചൂണ്ടിക്കാട്ടി ഒരു പന്തം കണക്കെ എഴുന്നേറ്റ് നിന്നു. ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുകയായിരുന്ന പുതിയ സാർ ചോക്ക് വലിച്ചെറിഞ്ഞ് മേശപ്പുറത്തിരുന്ന ചൂരൽ കയ്യിലെടുത്ത് കുറ്റക്കാരനായ മാത്തനെ നോക്കി അലറി, ഇവിടെ വാടാ. സിംഹത്തിൻ്റെ മുൻപിൽ അകപ്പെട്ടു പോയ മാനിനെ പോലെ പേടിച്ചു വിറച്ച മാത്തൻ അനുസരണയുള്ള ചുവടുകളോടെ സാറിൻ്റെ മുമ്പിലേക്ക് ചെന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അല്ലേടാ, നിനക്ക് ക്ലാസ്സിൽ അടങ്ങിയിരുന്നൂടെ? സാർ മാത്തൻ്റെ കൈയുടെ കക്ഷത്തിന് താഴെയുള്ള മസിൽ പ്രദേശത്ത് തൻ്റെ വലതു കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും കൂട്ടിപ്പിടിച്ച് ശക്തമായി കിഴക്കുന്നതിനിടയിൽ ചോദിച്ചു. സാറിൻ്റെ പ്രയോഗം മൂലം വേദന കൊണ്ട് പുളഞ്ഞ മാത്തൻ്റെ വലതുകാലും വലതുകൈയും ഭൂമിയിൽ നിന്നും വിക്ഷേപണം തുടങ്ങിയ റോക്കറ്റ് കണക്കെ അല്പാൽപമായി മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങി. പരാതിക്കാരനായി നിന്നിരുന്ന അനുസരണക്കാരനും നന്നായി പഠിക്കുന്നതിനുമായ ജോസുകുട്ടി സാറിനെ വളരെ ചാരിതാർത്ഥ്യത്തോടെ നോക്കി നിലകൊണ്ടു. നീ ഇവിടെ തന്നെ നിൽക്കടാ, ഞാൻ പറയാതെ അനങ്ങാൻ പാടില്ല. രാജകൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്ന പ്രജയെപ്പോലെ സാറിൻ്റെ കൽപ്പന കേട്ട മാത്തൻ നിന്നെ ഞാൻ എടുത്തോളാമിടാ എന്ന മട്ടിൽ ജോസുകുട്ടിയെ ഒന്ന് നോക്കിയ ശേഷം വശം ചെരിഞ്ഞു നിൽക്കുന്ന പീസാ ഗോപുരം പോലെ സാറിൻ്റെയും ചുരലിൻ്റെയും ഇടയിലായി നിന്നു. എല്ലാവരും ബുക്ക് തുറന്ന് ബോർഡിൽ എഴുതുന്നത് എഴുതിയെടുക്കൂ. സാറിൻ്റെ കൽപ്പന കേട്ട കുട്ടികൾ തങ്ങളുടെ ബുക്ക് തുറന്ന് ബോർഡിലേക്ക് ടി.വിയിൽ സിനിമ കാണുന്ന രീതിയിൽ തങ്ങളുടെ ശ്രദ്ധ മാറ്റി. സാർ, ഈ റോബർട്ട്. പെട്ടെന്നുള്ള ശബ്ദം കേട്ട് പാഠത്തിൻ്റെ ബാക്കി ഭാഗം ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്ന സാർ വളവ് തിരിഞ്ഞു വരുന്ന KSRTC ബസ് പോലെ ഞെട്ടിത്തിരിഞ്ഞ് ക്ലാസ്സിന് നടുവിലേക്ക് നോക്കി. ഒരു കുട്ടി ഷർട്ടിൻ്റെ കോളറിൽ പുറകിൽ തൂക്കിയിട്ടിരിക്കുന്ന പേപ്പർ കൊണ്ട് നിർമ്മിച്ച തോട്ടി പോലുള്ള എന്തോ സാധനം ഉയർത്തിക്കാട്ടി നിൽക്കുന്നു. അടുത്തിരിക്കുന്നവൻ പുറന്തോടിനുള്ളിലേക്ക് തല വലിക്കുന്ന ആമയെപ്പോലെ തൻ്റെ തല ഡെസ്കിനുള്ളിലേക്ക് ഒളിപ്പിച്ചു. വീണ്ടും ക്ലാസ്സിൽ കൂട്ടച്ചിരി പെരുമ്പറ പോലെ ഉയർന്നു. നിർത്തൂ, നിർത്താനല്ലേ പറഞ്ഞത്, ഇതെന്താ ചന്തയോ? സാർ ക്ലാസ്സിന് നടുവിലേക്ക് നടന്നു ചെന്ന് മുഖം ഡെസ്കിനുള്ളിലേക്ക് ഒളിപ്പിച്ച് പമ്മിയിരുന്ന റോബർട്ടിൻ്റെ ഷർട്ടിൻ്റെ പുറകിൽ കോളറിൽ കൂട്ടിപ്പിടിച്ച് അവനെ കയ്യോടെ പൊക്കി. ഇവിടെ വാടാ, വീണ്ടും സാർ അലറി. മുയലിനെ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കുറുക്കനെ പോലെ സാർ റോബർട്ടിനെ ക്ലാസ്സിന് നടുവിലായി നിർത്തി. ചൂരൽ കയ്യിലെടുത്ത് ടപ്പോ ടപ്പോ എന്ന് അവൻ്റെ പുറകിൽ രണ്ട് പെടപടച്ചു. പക്ഷേ റോബർട്ടിന് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. ക്ലാസ്സിൽ കൂട്ടച്ചിരി വീണ്ടും ഉയർന്നു. സാറേ, അവന് വേദനിക്കില്ല. അവൻ 2 ട്രൗസറാണ് ഇട്ടിരിക്കുന്നത്, അതാണ്. കൂട്ടച്ചിരി ഉച്ചസ്ഥായിലെത്തിയപ്പോൾ സാർ പരാജയം സമ്മതിച്ച് കസേരയിലേക്ക് അമർന്നു. തൽക്കാലം താൻ രക്ഷപ്പെട്ടല്ലോ എന്ന മട്ടിൽ ആദ്യത്തെ ശല്യക്കാരനായിരുന്ന മാത്തൻ ദുബായിലെ ബുർജ് ഖലീഫ ടവർ പോലെ നിവർന്ന് നേരെ തന്നെ നിന്നു. എല്ലാവരും പോയിരിക്കണടാ. സാറിൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നത് കേട്ട് രണ്ടുപേരും സ്റ്റേഷൻ വിട്ട തീവണ്ടി കണക്കെ തങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് പാഞ്ഞു. എന്താണ് ഇവിടെ ബഹളം? വെള്ളത്തലമുടിയും നരച്ച പൊടിമീശയും കുറ്റിത്താടിയുമുള്ള ജുബ അണിഞ്ഞ് ക്ലാസ്സിനുള്ളിലേക്ക് കടന്നു വന്ന പ്രിൻസിപ്പാളിൻ്റെ സഗൗരവം കലർന്ന ശബ്ദം ക്ലാസ്സിനെ വീണ്ടും നിശബ്ദതയിലാക്കി. ഒരു രക്ഷയുമില്ല സാർ ഇവന്മാരെ കൊണ്ട്. സാർ തൻ്റെ നിസ്സഹായത പ്രിൻസിപ്പാളിന് നേരെ അവതരിപ്പിച്ചു. ഒരുത്തൻ്റെ ഒച്ച ഇവിടെ കേട്ടുപോകരുത്. മര്യാദയ്ക്ക് ക്ലാസ്സിൽ ഇരിക്കാമെങ്കിൽ ഇരുന്നാൽ മതി, അല്ലാത്തവനൊക്കെ ഇറങ്ങിക്കോണം ക്ലാസ്സിൽ നിന്ന്. പ്രിൻസിപ്പാളിൻ്റെ ക്രൂരമായ കണ്ണുകൾക്ക് താഴെ അദ്ദേഹത്തിൻ്റെ പൊടിമീശ ദേഷ്യം പൂണ്ട് നന്നായി വിറച്ചു. നിശബ്ദരായ കുട്ടികൾ ക്ലാസ്സിൽ അനുസരണയുള്ള ആട്ടിൻകുട്ടികളെ പോലെ സാറിനെ നോക്കി. ടിം ഡിം ടിം ഡിം. പെട്ടെന്ന് 4 മണി അടിച്ച സന്തോഷത്തിൽ കുട്ടികൾ തങ്ങളുടെ പുസ്തകങ്ങളും ഭാരങ്ങളും കരയേറി എവിടെ നിന്നോ പാഞ്ഞെത്തിയ അരുവി പുറംകടലിൽ പതിച്ചതുപോലെ സ്കൂളിന് പുറത്തേക്ക് ഒഴുകി. ക്ലാസ്സിൽ തീർക്കാൻ പറ്റാത്ത പകയുമായി മാത്തൻ ഭാഗം തൂക്കി മുൻപേ പാഞ്ഞുപോയ നല്ലവനായ ജോസുകുട്ടിക്ക് പുറകെ മുഷ്ടിയിൽ തിരികെ വെച്ച കല്ലുമായി അതിശീഘ്രം പാഞ്ഞു. പാഞ്ഞെത്തിയ കല്ല് ജോസുകുട്ടിയുടെ തലയ്ക്ക് പിറകിൽ ഒരു മിന്നൽ പ്രഹരമേൽപ്പിച്ചതുപോലെ പതിച്ചപ്പോൾ ജോസുകുട്ടിയുടെ കരച്ചിൽ ദിഗന്ധങ്ങൾ നടുങ്ങുന്ന വെള്ളിടികളായി. പിറ്റേ ദിവസം സ്കൂളിന് പുറത്തെ വരാന്തയിൽ കൂട്ടച്ചിരി ഇല്ലാതെ, ശബ്ദിക്കാൻ വാക്കുകളില്ലാതെ, ചൂരൽ കയ്യിലെടുക്കാതെ വെള്ള പുതച്ച ജോസുകുട്ടിക്ക് മുൻപിൽ അധ്യാപകരും കുട്ടികളും കണ്ണുനീർ വാർത്തു. എല്ലാത്തിനും ദൃക്സാക്ഷി എന്ന മട്ടിൽ ഒഴിഞ്ഞ ക്ലാസ്സിലെ ബെഞ്ചുകളും ഡെസ്കുകളും ആരെയും പഴിക്കാതെ തങ്ങളുടെ കർത്തവ്യങ്ങൾക്കായി കാത്തിരുന്നു പുതിയ തലമുറയ്ക്ക് വേണ്ടി. ഈ കഥ ഇവിടെ പൂർണ്ണമായി.